ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സിനിമാ നിർമ്മാതാക്കൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്കയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. അഭിനേതാക്കളോട് മോശമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും മരണസ്ഥലത്ത് പോലും ക്യാമറകളുമായി പിന്തുടരുന്നതുമാണ് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. നാളെ നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യും. സഹിൻ ആന്റണി തുടരുന്നുണ്ട്. സഹിൻ, ഈ നമ്മൾ കാണുന്ന നമുക്ക് പോലും പല സമയത്തും ഇതൊക്കെ ഉചിതമാണോ? പലപ്പോഴും അനുചിതമായ രീതിയിൽ ഇത്തരത്തിൽ ഓൺലൈൻ വാർത്തകൾ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മരണ വീട്ടിൽ പോലും ഈ താരങ്ങൾക്ക് പുറകിൽ ഈ ക്യാമറയുമായി നടക്കുക, ഇന്റർവ്യൂവിനായി ക്ഷണിച്ചതിന് ശേഷം പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു നിലവാരവുമില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, ഇതൊക്കെ നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനേക്ക് ഒരു കടിഞ്ഞാണിടാൻ തന്നെയാണോ ഫെഫ്കയുടെ നീക്കം? അതുതന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് സംബന്ധിച്ചുള്ള ഒരു കത്ത് ഇപ്പോൾ ഫെഫ്കയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും പുതുതായി പറയാൻ കഴിയുക. കാരണം നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൃത്യമായ ഒരു കടിഞ്ഞാണിടണം എന്നുള്ള ഒരു ആവശ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വച്ചിരുന്നു. മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യം പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ, ഒപ്പം തന്നെ ഫെഫ്ക അടക്കമുള്ളവരുടെ PROയുടെ കത്തുള്ള മാധ്യമങ്ങൾ, അങ്ങനെയുള്ള ആളുകളെ മാത്രം റിപ്പോർട്ടിങ്ങിന് കയറ്റിയാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ സേതു പറഞ്ഞിരുന്നു, അതായത് താരങ്ങളുടെ പുറകെ ക്യാമറയുമായി നടക്കുക, മരണവീട്ടിൽ പോലും താരങ്ങളുടെ പുറകെ നടന്ന് ശല്യം ഉണ്ടാക്കുക, ഇതിനെല്ലാം ഒരു കടിഞ്ഞാൺ വേണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. കൂടുതലായി ഇറങ്ങുന്ന ചിത്രങ്ങളെ മോശപ്പെടുത്തി കാണിക്കുക, ഇതിനെല്ലാത്തിനും ഒരു കടിഞ്ഞാണിടണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കത്ത് ഇപ്പോൾ നിർമ്മാതാക്കൾ ഫെഫ്കയ്ക്ക് നൽകിയിരിക്കുന്നത്. ശരി സഹീൻ, എന്താണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാനാണ് തീരുമാനം. നിർമ്മാതാക്കൾ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഫെഫ്കയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും നടപടിയിലേക്ക് ഒരു പക്ഷേ പോവുകയും ചെയ്യുമായിരിക്കും. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.